റെട്രോ. എന്തുകൊണ്ട് റെട്രോ? കാർത്തിക് സുബ്രാജ് നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെ മുൻകാല സിനിമകളൊന്നും ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അത്രയും കിടിലം പടങ്ങൾ ചെയ്ത കാർത്തിക് സുബ്രാജിന്റെ പടം. കാർത്തിക് സുബ്രാജ് എന്ന ഡയറക്ടർ ആദ്യമായിട്ട് സൂര്യയെ പോലൊരു പെർഫോമറെ അല്ലെങ്കിൽ ഒരു സ്റ്റാറിനെ, ഒരു ആക്ടറിനെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യുന്നു. അതിൻ്റെതായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നെ കുറച്ചു കാലമായിട്ട് തിയേറ്ററുകളിൽ അത്ര വലിയ ഹിറ്റുകളൊന്നും ഉണ്ടാക്കാതിരുന്ന സൂര്യയുടെ ഒരു തിരിച്ചുവരവ് നമ്മൾ പ്രതീക്ഷിച്ചൊരു സിനിമ കൂടിയായിരുന്നു റെട്രോ. അമിതമായ പ്രതീക്ഷകളൊന്നും ഇല്ലെങ്കിലും ഒരു നല്ല സിനിമ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് റിലീസ് ദിവസം തന്നെ രാവിലെ ടിക്കറ്റ് കിട്ടിയില്ല, പ്രതീക്ഷിച്ച തിയേറ്ററിൽ കിട്ടിയില്ല. ഉച്ചയ്ക്കാണ് കാണാൻ കയറിയത്. ഉച്ചയ്ക്ക് 1 മണിക്കുള്ള ഷോ ആണ് കാണാൻ കയറിയത്. അപ്പോഴേക്കും ചെറുതായിട്ടൊക്കെ റിവ്യൂസ് ഒക്കെ വന്നിരുന്നു. എന്നാലും മാക്സിമം കാണാതെ കേൾക്കാതെ റെട്രോയ്ക്ക് കയറി. സിനിമയിലേക്ക് വന്നാൽ പണ്ട് മുതലേ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ എന്തൊക്കെ ചെയ്താലും അതിനൊരു ബേസ്മെന്റ് വേണം, ഒരു അടിത്തറ വേണം, ഇല്ലെങ്കിൽ അതിനൊരു നിലനിൽപ്പുണ്ടാവില്ല എന്ന് ഞാനൊക്കെ പണ്ട് മുതലേ ഇങ്ങനെ കേൾക്കുന്ന ഒരു പഴഞ്ചൊല്ലോ അല്ലെങ്കിൽ ഉപദേശമോ ഒക്കെയാണ്. എനിക്ക് റെട്രോ കണ്ടപ്പോൾ അതാണ് തോന്നിയത്. ഒരു സിനിമയുടെ അടിത്തറ എന്ന് പറയുന്നത് അതിന്റെ സ്ക്രിപ്റ്റ് ആണല്ലേ, അതിന്റെ സ്ക്രീൻ പ്ലേ ആണ്. പക്ഷേ റെട്രോയിലേക്ക് വരുമ്പോൾ അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു അടിത്തറ ആയിരുന്നില്ല റെട്രോയുടേത്. നമ്മളൊരു മോശം ബേസ്മെന്റിന്റെ മുകളിൽ ഗംഭീര പെർഫോമൻസുകളും ഉഗ്രൻ മേക്കിങ്ങും കിടിലം പാട്ടുകളും അടിപൊളി ഫൈറ്റും റൊമാൻസും എന്തൊക്കെ നമ്മൾ അതിന് മുകളിൽ വെച്ച് കെട്ടിപ്പൊക്കിയാലും ചിട്ട് കൊട്ടാരം പോലെ അത് തകർന്നു വീഴും. ആ ഒരു കാഴ്ചയാണ് ശരിക്കും റെട്രോ കണ്ടോണ്ടിരുന്നപ്പോൾ തിയേറ്ററിൽ ഞാൻ കണ്ടത്. ബലൂണ് പൊട്ടിയ പോലെ ആയില്ലടാ. സിനിമ ആദ്യം മുതൽ തന്നെ ഒരു നിർവികാരതയായിരുന്നു. ചില സീനുകളൊക്കെ ഒബ്വിയസ്ലി ഫസ്റ്റ് ഹാഫിലെ ചില സീനുകളൊക്കെ ചെറിയൊരു ഹൈ മൊമെന്റ്സ്, ഭീകരമായിട്ടൊന്നും അല്ലെങ്കിലും ചെറിയ ഒരു ഹൈ മൊമെന്റ്സ് ഒക്കെ വന്നു പോകുന്നുണ്ട് ഫസ്റ്റ് ഹാഫിൽ മാത്രം. പക്ഷെ മൊത്തത്തിൽ സിനിമയുടെ ടോട്ടാലിറ്റിയിൽ നമുക്ക് കാണുമ്പോൾ ഉണ്ടായ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ഒരു നിർവികാരതയാണ്. സ്ക്രീനിൽ സൂര്യ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നു, ഒന്നും തോന്നുന്നില്ല. സന്തോഷ് നാരായണന്റെ അടിപൊളി BGM വരുന്നു, ഒന്നും തോന്നുന്നില്ല. പൂജ ഹെഗ്ഡെ ഒക്കെ മാരിച്ചു കിടന്ന് അഭിനയിക്കുകയാണ്. കിടില പെർഫോമൻസ് ആണ് പൂജ ഹെഗ്ഡെ, ഒന്നും തോന്നുന്നില്ല. ജോജു നിർവികാരത മാത്രം. സ്ക്രിപ്റ്റിലാണ് പാളിച്ചു പറ്റിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു എല്ലാ സിനിമ സംവിധായകരും എഴുത്തുകാരും ഒക്കെ ഒരു സിനിമ അവരുടേതായിട്ടുള്ള ഒരു വേൾഡിലാണ് പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു വേൾഡ് ബിൽഡിംഗ് നമുക്ക് സിനിമയിൽ കാണാം. ഈ സിനിമയിലെ ആ ഒരു വേൾഡ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിലൊക്കെ ഓക്കെ ആയിരുന്നു. പിന്നീട് കഥ മാറുമ്പോൾ അതിൻ്റെ ഒരു മെയിൻ പ്ലോട്ടിലോട്ട് കടക്കുമ്പോൾ എന്താണ് കാർത്തിക് സുബ്രാജ് ഉദ്ദേശിച്ചത്, പുള്ളി എന്താണ് ചെയ്ത് വെച്ചിരിക്കുന്നത് വെച്ചാൽ ഇവരുടെയൊക്കെ ജഡ്ജ്മെന്റ് പാളുന്നത് നമുക്ക് സ്ക്രീനിൽ കാണാം. അവര് ഈ ഇങ്ങനത്തെ സീൻസ് ഒക്കെ എടുത്തു വയ്ക്കുമ്പോൾ അവർ മനസ്സിൽ വിചാരിക്കുന്നത്, ഓ ഇവിടെയൊക്കെ കാണുന്നവർ ഗംഭീരം, ഇത് കിടിലൻ എന്നൊക്കെ എന്താണ് കാണുന്നവർക്ക് തോന്നുന്ന വിചാരിച്ചാണ് ഇവർ ഓരോ സാധനങ്ങൾ ചെയ്ത് വെക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിർവികാരതയാണ് ഫീൽ ചെയ്യുന്നത്. ഇത് ഇവരുടെയൊക്കെ ജഡ്ജ്മെന്റ് എങ്ങനെ പാളിപ്പോകുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസേൺ. ഒരുപാട് വർഷമൊന്നും ആയില്ലല്ലോ കാർത്തിക് സുബ്രാജ് ഫീൽഡിൽ, ഒരു 10 വർഷം 12 വർഷമല്ലേ ആവുള്ളൂ. അതിനിടയ്ക്ക് തന്നെ പുള്ളിയുടെ ഒരു ജഡ്ജ്മെന്റ് പാളുക എന്ന് പറഞ്ഞാൽ എന്തോ, അതും നല്ലൊരു ഫോമിൽ നിൽക്കവേ അറിയില്ല എന്താണ് പുള്ളിക്ക് സംഭവിച്ചത്. ശരിക്കും ഈ സിനിമയുടെ കഥ എന്താണ്, അല്ലെങ്കിൽ ഇവർ എല്ലാ സിനിമകൾക്കും ഒരു പർപ്പസ് ഉണ്ടാവും, ഒരു പോയിന്റ് ഉണ്ടാവും. ഓക്കെ, ഇതാണ് ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പോയിന്റ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇതൊരു പോയിന്റ് ഇല്ല, ഒരു പോയിന്റ്ലെസ് സിനിമ. എവിടെ തുടങ്ങി, എങ്ങോട്ട് പോകുന്നു, ഇത് എന്ത് കഥ നടക്കുന്നു, സെക്കൻഡ് ഹാഫ് തീരാറാവുമ്പോഴൊക്കെയാണ് ഓക്കെ ഇതാണോ മെയിൻ പ്ലോട്ട് എന്ന് നമുക്ക് തോന്നിക്കുന്ന രീതിയിലോട്ടുള്ള ഒരു പ്ലോട്ടിലോട്ട് എങ്കിലും സിനിമയുടെ തിരക്കഥ കടക്കുന്നത്. അപ്പോഴുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളിത് പടം തീരുന്നതിന് തൊട്ട് മുന്നേ കാണിക്കാനാണ് ഈ പ്ലോട്ടെങ്കിൽ പിന്നെ ഇത്രയും നേരം നമ്മൾ കണ്ടത് എന്താണ്, അതിന്റെ പർപ്പസ് എന്താണെന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. മൊത്തത്തിലൊരു പോയിന്റ്ലെസ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി, അല്ലെങ്കിൽ പോയിന്റ്ലെസ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. ആക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ ആറാട്ടെണ്ണം പറയുന്ന പോലെ ആക്ഷൻ ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ചിരിയുണ്ട്. ചിരിയെ പറ്റിയൊന്നും പറയാതിരിക്കുന്നതാണ് ഭേദം, അതിലോട്ട് ഞാൻ വരാം. അങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് കണക്ട് ആവുന്നില്ല, ഒന്നിലും ഒരു ഫീൽ ഉണ്ടാവുന്നില്ല. മൊത്തത്തിൽ ഒരു നിർവികാരതയാണ്. ബാഹുബലിയൊക്കെ നമുക്ക് തോന്നും സെക്കൻഡ് ഹാഫിൽ ഈ മെയിൻ പ്ലോട്ടിലോട്ടൊക്കെ കിടക്കുമ്പോൾ. ബാഹുബലിയുടെ ഒക്കെ കഥ ഒരു റബ്ബർ സ്റ്റേറ്റിൽ, ഒരു റബ്ബർ വിളയിലെ ബാഹുബലി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഈ പടം സെക്കൻഡ് ഹാഫ് കാണുമ്പോൾ. പിന്നെ എല്ലാ സിനിമകളിലും വില്ലൻ പവർഫുൾ ആവുമ്പോഴാണ് നായകൻ തിരിച്ചടിക്കുമ്പോൾ നമുക്കൊരു മജ കിട്ടുന്നത് അല്ലേ. ഇതൊരു ഷൊണ്ണ വില്ലൻ. വിധുശങ്കർ നീലമേഘം എന്നാണ് ഈ സിനിമയുടെ വില്ലൻ കഥാപാത്രം, ഈ സിനിമയിലെ വില്ലൻ കഥാപാത്രം ചെയ്ത ആക്ടറുടെ പേര്. പുള്ളി ജിഗർദണ്ഡ XX ഷെട്ടാണി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിട്ട് തോന്നി. പക്ഷെ ഇവിടെ വന്നപ്പോൾ വെറും ഷൊണ്ണ, വെറും മൊണ്ണ ഒരു ക്യാരക്ടറായി പോയി പുള്ളിക്ക് കിട്ടിയത്. അത് അങ്ങനെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും ഏക്കുന്നുമില്ല. പുള്ളിയെ കാണാനാണെങ്കിൽ സ്ക്രീനിൽ എനിക്ക് കാണുമ്പോൾ നമ്മുടെ മാധവനല്ലേ, ആക്ടർ മാധവൻ, മാഡി, പുള്ളിയാണ് ഓർമ്മ വന്നത്. ഒരു DAged മാധവനായിരുന്നു സ്ക്രീനിൽ റെട്രോയിലെ വില്ലൻ.
വില്ലത്തരം മൊത്തത്തിൽ പാളി. പിന്നെ അങ്ങനെ ഒരു വില്ലൻ എന്ന് പറയാനും മാത്രം എന്തോ ഈ സിനിമയിൽ ഒന്നുമേ ആവശ്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. ഇങ്ങനെ ഒരു വില്ലൻ, ഇങ്ങനെ ഒരു പടമോ തന്നെ ഒരു ആവശ്യമില്ലായിരുന്നു, ഇങ്ങനെ ഒരു പടത്തിന്റെ തന്നെ ഒരു ആവശ്യമില്ലായിരുന്നു. ഫ്രഞ്ച് ഡയറക്ടർ ജീൻ റെനോയിന്റെ ഒരു കോട്ടുണ്ട്: എ ഡയറക്ടർ മേക്സ് ഓൺലി വൺ മൂവി ഇൻ ഹിസ് ലൈഫ്, ദെൻ ഹി ബ്രേക്സ് ഇറ്റ് ഇൻ ടു പീസസ് ആൻഡ് മേക്സ് ഇറ്റ് അഗെയിൻ. ഈ സിനിമ കണ്ടപ്പോൾ കാർത്തിക് സുബ്രാജിന്റെ കാര്യത്തിൽ ഈ പറഞ്ഞത് 100% സത്യം എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം നമുക്കിതിൽ കാർത്തിക് സുബ്രാജിന്റെ മുൻ സിനിമകളിലെ പല സീനുകളും ഏകദേശം അതുപോലെ തന്നെ കാണാം. ജഗമേ തന്ത്രത്തിലെ പല സീനുകളും അതുപോലെ നമുക്ക് കാണാം. പിന്നെ ജിഗർദണ്ഡ ഡബിൾ എക്സ് തന്നെയാണ് പടം. ചിലപ്പോൾ ജിഗർദണ്ഡ തേർഡ് എന്നുള്ള പേരിട്ട് വരെ ഇറക്കാൻ പറ്റുമായിരുന്ന ഒരു പടം. പിന്നെ പുള്ളി സ്വന്തം പടത്തിൽ നിന്ന് മാത്രമല്ല മറ്റു പല പടങ്ങളുടെയും ഒരു ഛായയും അതിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള കുറേ സംഭവങ്ങൾ ഈ സിനിമയിൽ വരുന്നുണ്ട്. ക്ലൈമാക്സിനോട് അടുപ്പിച്ച് നമുക്ക് 1000-ലൊരുവൻ കാണാം, കങ്കുവ കാണാം, ബാഹുബലി കാണാം, ജിഗർദണ്ഡ ഡബിൾ എക്സ് കാണാം. ഒരുപാട് സിനിമകൾ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിലും ക്ലൈമാക്സിലും ഒക്കെ ആയിട്ട് കാർത്തിക് സുബ്രാജ് നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു സിനിമയിൽ പൊളിറ്റിക്സ് പറയുവാണെങ്കിൽ അതിനൊരു പർപ്പസ് വേണം. നമുക്ക് പറയേണ്ട പൊളിറ്റിക്സ് മര്യാദയ്ക്ക് വളരെ രസകരമായിട്ട് അല്ലെങ്കിൽ നമുക്ക് കൊള്ളുന്ന രീതിക്കൊക്കെ ആ പൊളിറ്റിക്സ് പറയാം. ഇതൊരുമാതിരി ഫോഴ്സ്ഡ് ആയിട്ട് കാർത്തിക് സുബ്രാജ് തന്നെ മുന്നേ തന്റെ പടങ്ങളിൽ ചെയ്ത് അത് ഹിറ്റ് ആയതുകൊണ്ട് അത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നത് പോലെ വളരെ ഫോഴ്സ്ഡ് ആയിട്ടാണ് ഈ സിനിമയുടെ പൊളിറ്റിക്സ് ഒക്കെ എനിക്ക് തോന്നിയത്. അതും ചിരി വരും നമുക്ക് കാണുമ്പോൾ. എനിക്ക് ഓർക്കുമ്പോൾ തന്നെ ചിരി വരുന്ന ലെവലിലാണ് ഈ സിനിമയുടെ പൊളിറ്റിക്സും ഇതിന്റെ ക്ലൈമാക്സ് ഒക്കെ കാർത്തിക് സുബ്രാജ് എഴുതി വെച്ചു. ഇവർ ചിന്തിക്കുമ്പോൾ തന്നെ ഇവർക്ക് ചിരി വരില്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ജഡ്ജ്മെന്റ് പാളൽ, പത്തറ്റിക് ഒരു സിനിമയാണ് റെട്രോ. ഈ സിനിമയുടെ പോസ്റ്റർ ഇറക്കിയപ്പോൾ മുതൽ തന്നെ അതിൽ ടാഗ് ലൈൻ ഉണ്ട്: ലവ് ലോഫ്റ്റർ വാർ എന്ന് പറഞ്ഞിട്ട്. വാറ് ഒരു റബ്ബർ വാറാണ്, റബ്ബർ വാർ. നിങ്ങൾ കണ്ടു നോക്ക്, റബ്ബർ വാറാണ് ഈ സിനിമയിൽ ഉള്ളത്. പിന്നെ ലവ് കുഴപ്പമില്ല, ഓക്കെ കുഴപ്പമില്ല. പൂജ ഹെഗ്ഡെയുടെയും സൂര്യയുടെയും ഒക്കെ പെർഫോമൻസ് വെച്ചിട്ട് ഓക്കെ, സന്തോഷ് നാരായണ മ്യൂസിക് ഒക്കെ വെച്ചിട്ട് ഓക്കെ, ലവ് ഓക്കെ. പിന്നെ ഇതിൽ വരുന്നൊരു സംഭവമുണ്ട്, ലോഫ്റ്റർ. അയ്യോ ചിരി എന്ന് പറഞ്ഞാല് എനിക്ക് നമ്മുടെ ഫ്രണ്ട്സ് സിനിമയിൽ ശ്രീനിവാസ ചേട്ടൻ ഇരുന്ന് ചിരിക്കുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം എനിക്ക് ആ സീനാണ് ഓർമ്മ വന്നത്. തിയേറ്ററിലും കൂട്ടച്ചിരിയായിരുന്നു ഈ സിനിമയുടെ ക്ലൈമാക്സ് പോർഷനിലോട്ടൊക്കെ വന്നപ്പോ. അവരൊരു പൊളിറ്റിക്സ് ആണ് പറയുന്നത്, പക്ഷേ നമുക്കത് കോമഡി ആയിട്ട് ഫീൽ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ അത് ഒരു മേക്കറിനെ സംബന്ധിച്ചൊരു വൻ പരാജയമായിപ്പോയി. പെർഫോമൻസസിലോട്ട് വന്നു കഴിഞ്ഞാൽ സൂര്യ ആസ് യൂഷ്വൽ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു, ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. സൂര്യ ഒന്നും പറയാനില്ല. പുള്ളിയുടെ റോള് വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, സ്വാഗും ആക്ഷൻ സീൻസും ഒക്കെ പുള്ളി 100%, 200% ഡെഡിക്കേഷൻ കൊടുത്തിട്ട് ആണ് ഈ പടം ചെയ്തിട്ടുള്ളത്. പുള്ളി ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഡെഡിക്കേഷനൊക്കെ സ്ക്രിപ്റ്റ് സെലക്ഷനിൽ കൂടെ കുറച്ച് കാണിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ സിനിമകൾ നമുക്ക് കിട്ടുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ ഈ സിനിമയുടെ നായിക പൂജ ഹെഗ്ഡെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെർഫോമൻസ് പൂജ ഹെഗ്ഡെയുടെ പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ വേസ്റ്റഡ്. എന്തിന് ഇവിടെ ഇങ്ങനെ കിടന്ന് ചത്ത് അഭിനയിക്കുന്നു എന്നാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ നമ്മുടെ ജോജു ആസ് യൂഷ്വൽ പുള്ളി ഒരുപാട് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ബോഡിയൊക്കെ ആയിരുന്നാലും ഒരുപാട് കഷ്ടപ്പെട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പക്ഷെ നോ യൂസ്. പിന്നെ നമ്മുടെ ജയറാമേട്ടൻ നമ്മൾ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ കോമാളി വേഷമാണ്, പ്രത്യേകിച്ച് ഒന്നും പുള്ളിക്ക് ചെയ്യാനുമില്ല. ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് പുള്ളി എന്തിനു തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. ഒന്നും ചെയ്യാനില്ല, ചുമ്മാ 1-2 വളിപ്പടിക്കുന്നു, പിന്നെ പടം തീരുമ്പോൾ ഒരു സാധനം പൊട്ടിക്കുന്നുണ്ട്. അതിനൊക്കെ ചിരി ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഇങ്ങനെ ഒരു റോൾ ചെയ്യാൻ എന്തിനു ജയറാമേട്ടൻ എന്നുള്ളതാണ്. വിളിക്കുന്ന സുബ്ബനൊരു ബോധമില്ലെങ്കിലും പോകുന്ന ജയറാമേട്ടൻ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. മറ്റു ഭാഷകളിൽ സിനിമകൾ തിരഞ്ഞെടുക്കുമ്പോൾ, മലയാളത്തിൽ എന്തായാലും സിനിമ ചെയ്യുന്നില്ല, അതൊക്കെ. മറ്റു ഭാഷകളിൽ സിനിമകൾ ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കുന്നില്ല. കാരണം നിങ്ങളൊരു സൂപ്പർ സ്റ്റാർ ആണ് സാർ, നിങ്ങളൊരു സ്റ്റാർ ആണ് സാർ. ശരി, സൂപ്പർ സ്റ്റാറും ഒക്കെ പോട്ടെ, ഇവിടെയുള്ള മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ് സാർ. അപ്പോൾ അങ്ങനെ ഒരാള്, ജയറാമേട്ടനെ പോലെ ഒരാള് മറ്റു ഭാഷകളിൽ പോകുമ്പോൾ കോമാളിയാവുന്നത്, പ്രത്യേകിച്ച് എനിക്ക് ജയറാമേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഫാനാണ്. എനിക്കത് കാണുമ്പോൾ ഒരു വിഷമാണ് തോന്നിയത് സത്യത്തിൽ. എല്ലാ മലയാളികൾക്കും എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അത് തന്നെ ആയിരിക്കും തോന്നിയത്. പുള്ളി ഒരു കോമാളി വേഷത്തിൽ കാണുമ്പോൾ എല്ലാ മലയാളികൾക്കും വിഷമം തന്നെ ആയിരിക്കും. പിന്നെ നമ്മുടെ പ്രകാശ് രാജ്, പിന്നെ നമ്മുടെ നവരസ നായകൻ നാസർ സാർ, നല്ല മൊണ്ണേഷ് ക്യാരക്ടേഴ്സ് ആയിരുന്നു രണ്ടുപേർക്ക് കിട്ടിയത്. ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്ത 2 നിർഗുണ
കഥാപാത്രങ്ങൾ നമുക്ക് സ്ക്രീനിൽ കണ്ടപ്പോഴും യാതൊരു ഇമ്പാക്റ്റും തോന്നാത്ത 2 ക്യാരക്ടേഴ്സ് ആയിരുന്നു. ഇതില് നാസർ സാറിന്റെ സൂര്യ ഷർട്ടൂരി കാണിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. എനിക്ക് നമ്മുടെ ഔവൈ ഷൺമുഖി സിനിമയില് കമൽ സാർ ഇങ്ങനെ ബ്ലൗസ് തുറന്ന് കാണിക്കുന്ന ഒരു സീനുണ്ട് നാസർ സാറിന്. എനിക്ക് ആ സീനൊക്കെയാണ് ഓർമ്മ വന്നത്. എന്ന് വെച്ചാൽ നമ്മളൊരു ഒരു ഒരു ക്രിഞ്ച് അൾട്രാ ക്രിഞ്ച് പടം ആസ്വദിക്കാനുള്ള ഒരു മൂഡിൽ പോയാൽ നമുക്ക് ചിരിച്ചു മറിയാം. അതിനുള്ള സാധനം പടത്തിലുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് നമ്മുടെ ശ്രേയാജി വന്നിട്ടൊരു ഐറ്റം ഡാൻസ് ഒക്കെ കളിച്ചിരുന്നു. കുഴപ്പമില്ല, ഒരുപാട് കാലത്തിന് ശേഷം ശ്രേയ സ്ക്രീനിൽ കണ്ടപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നി. ഈ സിനിമയിലെ ഏറ്റവും വലിയ പോസിറ്റീവ് അല്ലെങ്കിൽ ഈ സിനിമയിലെ നായകൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും സന്തോഷ് നാരായണനും അദ്ദേഹത്തിന്റെ മ്യൂസിക്കും. ഗംഭീര വർക്ക് എന്ന് പറഞ്ഞാൽ ഗംഭീര വർക്ക്. പാട്ടുകളായിരുന്നാലും BGM ആയിരുന്നാലും ഒരു രക്ഷയില്ല, കിടിലം. പക്ഷേ അതിങ്ങനൊരു ചാണകപ്പൊളി പടത്തിൽ കൊണ്ട് പുള്ളി ഇട്ടു എന്നുള്ളത് മാത്രമേ ഒരു കുറവായിട്ട് പറയാനുള്ളൂ. ഗംഭീര വർക്ക്. സീൻസിനെയൊക്കെ പുള്ളിക്ക് എലിവേറ്റ് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം പുള്ളി ചെയ്തിട്ടുണ്ട്. പക്ഷെ കാണുന്നവർക്ക് 0 ഇമോഷണൽ കണക്ഷൻ. പിന്നെ തോന്നിയ പോസിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ സിനിമയുടെ തുടക്കത്തിൽ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്, സൂര്യയുടെ കുട്ടിക്കാലമൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഗംഭീര മേക്കിംഗ് ആയിരുന്നു. പിന്നെ ഇതിലൊരു സിംഗിൾ ഷോട്ട് പരിപാടിയുണ്ട്, ഒരു 10-15 മിനിറ്റ് നീളമുള്ള ഒരു സാധനം. അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ, കഴിഞ്ഞു. പോസിറ്റീവ്സ് ഒക്കെ കഴിച്ചു. ഇത്രയും സിനിമ കണ്ടപ്പോൾ നമുക്കൊരു പോസിറ്റിവിറ്റി ആയിട്ട് തോന്നിയുള്ളൂ. ബാക്കിയെല്ലാം റെട്രോയെ സംബന്ധിച്ചിടത്തോളം നിരാശ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് റെട്രോ എന്ന കാർത്തിക് സുബ്രാജ് സൂര്യ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ. നെഗറ്റീവ് റിവ്യൂ ആയതുകൊണ്ടാണ് ആദ്യത്തെ ദിവസം വീഡിയോ പോസ്റ്റ് ചെയ്യാത്തത്. 2 ദിവസത്തിന് ശേഷം നമ്മൾ റിവ്യൂ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ്, സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ പറയുക. കാണാത്തവർ സ്വന്തം റിസ്കിൽ മാത്രം തിയേറ്റർ പരിസരത്തേക്ക് പോവുക. അപ്പോൾ നമുക്ക് അടുത്തൊരു സിനിമയുടെ വിശേഷവുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.